പിന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ അടുത്തുള്ള ഒരു 3 ടൂറിസ്റ്റ് പ്ലേസുകൾ നിങ്ങളെ ഇന്നൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതാണ്. അതായത് നമ്മുടെ പെരുമ്പാവൂർ കാലടി റൂട്ടിൽ നിന്ന് വല്ലം എന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞാൽ കോടനാട് പാലം കയറി വലത്തോട്ട് തിരിഞ്ഞാൽ മലയാറ്റൂർ പോകുന്ന ഒരു വഴി. ഈ വഴി കാണുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരിടമായതുകൊണ്ടിട്ടേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവിടെ വരെ വന്നതല്ലേ, ഒന്ന് മലയാറ്റൂരൊന്ന് കയറിയേക്കാം എന്ന് കരുതി റെയിൻകോട്ടെല്ലാം എടുത്ത്, നല്ല മഴയൊക്കെ ഉണ്ട്, റെയിൻകോട്ടെല്ലാം എടുത്തിട്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാനപ്പോൾ ഇങ്ങനെ നടന്ന് ഇച്ചിരി മുകളിലേക്ക് പാറക്കെട്ടെല്ലാം കയറി വെറുതെ ഒന്ന് രസം ഒന്ന് കയറാമെന്ന് കരുതിയപ്പോൾ കാല് വേദനിച്ചിട്ട് പോയി. തന്നെയല്ല മഴ നന്നായിട്ട് പെയ്യുന്നുള്ളത് കൊണ്ട് അവിടുന്ന് ഞാൻ വിചാരിച്ച് തിരിച്ച് പോരുന്നതാണ് നല്ലതെന്ന് കരുതിയിട്ട് അപ്പം തന്നെ അവർ കുറച്ചിടെ പോയിട്ട് തിരിച്ചു പോകുന്നു. അവിടുന്ന് തിരിച്ച് വന്നു കഴിയുമ്പോഴേ ഉദ്ദേശം ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുളങ്കുഴി എന്ന സ്ഥലത്തെത്താം. അവിടെയാണ് 200 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ മഹാഗണി തോട്ടമുള്ളത്. വനത്തിൻ്റെ ഒരു ഭാഗമാണിത്. കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് വനത്തിലൂടെ നടക്കാട്ടോ. ഈ വനത്തിലാണ് നമ്മുടെ അടിപൊളി ഭയങ്കരമായിട്ടൊരു 200 വർഷം പഴക്കമുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. വനത്തിൻ്റെ ഉൾഭാഗമൊക്കെയാണ്. മഹാഗണിത്തോട്ടം നല്ല പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരിടമാണ് എന്നുള്ളത് കൊണ്ടും എന്നാലും ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇത് കണ്ട ഈ നിൽക്കുന്നതാണ് 200 വർഷം പഴക്കമുള്ള നമ്മുടെ ആഞ്ഞിലി മരം. മുത്തശ്ശി മരം എന്നാട്ടോ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ മരത്തിനകത്ത് ബോർഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും അതിനകത്തേക്ക് നടന്ന് കയറുകയാണ്. കാരണം മഹാഗണിത്തോട്ടം ഈ വനത്തിന് നമ്മൾ ഇതിനകത്തേക്ക് കയറി ചെല്ലുന്തോറും നമുക്ക് കൂടുതൽ പച്ചപ്പും ഹരിതാപവും ഉള്ള ഒരു സ്ഥലമാട്ടോ. നമ്മളങ്ങനെ ഇവിടുന്ന് കടന്ന് നടന്ന് ഞാനിതാ അകത്തേക്ക് കയറി ചെല്ലുന്തോറും കൂടുതൽ ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലങ്ങൾ കയറി ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇവിടെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഉള്ളത്. അതായത് ഞാനിവിടെ വരുന്ന കയറുന്നിടം വരുന്നൊരു കാര്യമാണെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞൊരു സംഭവം, ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ പുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്തത്. പുലിമുരുകൻ മാത്രമല്ല മറ്റ് പല പടങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. കാരണം നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എത്തപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട ഈ മരത്തിൻ്റെ മുകളിലൂടെയൊക്കെ ലാലേട്ടൻ അഭിനയിച്ച് തിമിർത്തിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ഈ കാണുന്ന മരത്തിൻ്റെ മുകളിൽ കൂടെ ഓടി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ മരമെല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ നടന്നു പോകുന്നത് അകത്തേക്ക് ഒരുപാട് സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. ഇതൊക്കെ ഫിലിമിലുള്ള സ്ഥലങ്ങളാട്ടോ, സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളും മരങ്ങളും ഒക്കെ ഒരുവിധം ഈ കാടിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ആ സിനിമയിലുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ നടന്ന് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടനാട്ടോ, അതായത് ആ ചേട്ടൻ നമ്മളൊരാളുടെ കൂടെ ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ ചേട്ടൻ ഞങ്ങളൊരു മുക്കുത്തിപ്പഴം കണ്ടോ, മുക്കുത്തിപ്പഴം എന്ന് പറയണ ഈ പഴം ആ ചേട്ടൻ പറിച്ച ആ ചേട്ടൻ അവിടെ വളരെ ഈസി ആയിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പഴമാണ്. അങ്ങനെ ആ ചേട്ടൻ അത് കഴിക്കണം. അപ്പോൾ ഞാനതൊന്ന് ആ കായ് ഒന്ന് കാണിച്ചു തരാമോ ചേട്ടാ, ഇത് മുക്കുത്തിപ്പഴത്തിൻ്റെ എൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് എനിക്കൊരാഗ്രഹമാണ്. ആ ചേട്ടനത് പൊട്ടിച്ച് എനിക്കത് കാണിച്ചു തരട്ടെ. നമ്മുടെ ഈ കുടപ്പുളിയുടെയൊക്കെ അകത്തിരിക്കുന്ന കാ പോലെയൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ആ ചേട്ടൻ കഴിക്കണപ്പോൾ എനിക്കൊരാഗ്രഹമാണ്, ഞാനും ഒരെണ്ണം പൊട്ടിച്ച് കഴിക്കുന്ന ആട്ടെ കാണുന്നത്, ഭയങ്കര ആഗ്രഹത്തോടുകൂടി കഴിക്കുകയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ തകർന്ന് തരിപ്പണമായി പോകുന്ന അപാരമായ പുളി നമുക്ക് മീൻകറി വയ്ക്കാൻ പറ്റുന്ന അത്ര ശക്തമായ പുളിയാണ്. അങ്ങനെ അത് ഞാൻ തുപ്പിക്കളഞ്ഞിട്ട് നേരെ താഴേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഈ കുട്ടികൾക്കൊക്കെ വന്ന് ഇരിക്കാൻ, എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ അവിടെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ മണൽപ്പരപ്പാണ്, ഫുള്ള് മണൽപ്പരപ്പിനകത്താണ്. അപ്പം മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം മഴക്കാലത്ത് ആരും പോകാതിരിക്കുക, വേനൽക്കാലത്താണ് എല്ലാവരും അവിടെ പോകാവുള്ളൂ. ഒരുപാട് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ അവിടെ കുളിക്കാൻ പറ്റുന്ന ഒരു, അതായത് അപകടങ്ങളൊന്നുമില്ലാതെ അവിടെ നിന്ന് കുളിച്ചിട്ട് പോകാമെന്നൊക്കെ കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത്. അതായത് അവിടെ നിന്ന് താഴേക്കൊക്കെ വെള്ളം ഇറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ അവിടെ ഇറങ്ങി കുളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അത് കണ്ടു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നവർക്ക് ഒക്കെ ഒന്ന് വന്നൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല മണൽപ്പരപ്പും, നിറച്ച് മണൽപ്പരപ്പും, കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാൻ പാകത്തിനുള്ളൊരു സ്ഥലമായിട്ട് അപ്പോൾ ഞാൻ താഴെ കാണിച്ചു തന്നതൊക്കെ. അവിടെ വേനയ്ക്ക് വന്നാലും നല്ല അടിപൊളി മണൽപ്പരപ്പുകളെല്ലാം കാണാം. അങ്ങനെ ഞാൻ തിരിച്ച് കയറി വന്നു. അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ചുമ്മാ ഒന്ന് ആടി നോക്കിയതാട്ടോ. ചെറുപ്പത്തിൽ എപ്പോഴോ ഊഞ്ഞാലാടിയതാണ്. അതിനുശേഷം
ജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഞാനങ്ങനെ ഊഞ്ഞാലെല്ലാം ആടി ആസ്വദിച്ചു. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ വനവിഭവങ്ങളൊക്കെ ഇതാ ഇവിടെ ഇഷ്ടംപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആവശ്യക്കാർക്ക് വന്ന് വാങ്ങാവുന്ന ഒരു സൗകര്യം ഇവിടെയുണ്ട്. അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ നക്ഷത്ര തടാകത്തിലേക്കാണ്. നക്ഷത്ര തടാകത്തിൻ്റെ പ്രത്യേകത എന്നോട് പറഞ്ഞതേ, ഇതിനോട് ചുറ്റും ഒരുപാട് ആയിരക്കണക്കിനോ മറ്റോ നക്ഷത്രങ്ങൾ അവരുടെ ഏതോ ഉത്സവ സമയത്തോ അവരുടെ ആഘോഷ സമയത്തൊക്കെ ഇതിന് ചുറ്റും ഇങ്ങനെ നിറച്ച് കുത്തിവെക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രേ ഇവിടെ നക്ഷത്ര തടാകം എന്ന് പേര് വരുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചുറ്റോട് ചുറ്റും നക്ഷത്രമെല്ലാം കുത്തിവെച്ചിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേ നമ്മുടെ നല്ലൊരു ഈ അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയോ, കളകളം കായലോളങ്ങൾ പാടും കഥകൾ. ആ പാട്ടൊക്കെ പാടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഞാൻ പാടിയില്ല. കാരണം ഇത് കായലല്ലല്ലോ, കായലിൻ്റെ തീരത്ത് നിന്ന് പാടുന്ന പോലെ ഇവിടെ വന്ന് നിന്ന് പാടി വെറുപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വെറുപ്പിക്കാതെ തിരിച്ചു പോരുന്നുണ്ടോ. അങ്ങനെ ഈ ചെറിയ തടാകത്തിൻ്റെ കായലോളങ്ങളെ പോലെ ഓളങ്ങളെല്ലാം തള്ളുന്നതെല്ലാം കണ്ട് പോരുന്ന സമയത്ത് എൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നല്ല ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ, കുട്ടികൾക്കും കൂടെ ഉള്ള കളിക്കാനും ഒക്കെ അവരുടെ ചെറിയ പാർക്കൊക്കെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഇരിക്കാനും കളിക്കാനും സന്തോഷിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനത്തെ നമ്മുടെ കോടനാട് ആനക്കോട്ടയിലേക്ക് ഞാൻ എത്തുവാണ്. ഇവിടെയാണ് നമ്മുടെ ആനകളുടെ അഭയാരണ്യം എന്നാട്ടോ ഇതിനെ പറയുന്ന അഭയാരണ്യം. ഇവിടെ ഈ മാനുകളെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഇവിടെ നിറച്ച് മാനുകളാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കിടക്കുമ്പോഴും അവിടെയും കുറേയേറെ മാനുകളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് ചിലപ്പോൾ ഇവിടെ ശരിക്കും ആനകളുടെ ഒരു ഏരിയ ആണെങ്കിലും മാനുകളും ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ മ്ലാവ്, ആ സാധനവും കുറേ മ്ലാവ് എന്ന് പറഞ്ഞ മൃഗവും ഇവിടെ കുറേ ഉണ്ട്. അങ്ങനെ ഞാൻ അതിനെയും കണ്ടു. അങ്ങനെ ഇവിടെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഇതിനെ ഈ മ്ലാവും മാനും, അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഇതെന്താണ് ഈ ആനക്കൊട്ടയ്ക്കകത്ത് മാനും മ്ലാവും ഒക്കെ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും ഞാൻ നമ്മുടെ ആനകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന നമ്മുടെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആനക്കളരിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ആനക്കളരിയിലാണ് ഒരുപാട് ആനകളെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കുന്നതും. അതായത് നമ്മുടെ ഈ പാമ്പാടി രാജൻ, കോടനാട് നീലകണ്ഠൻ, അങ്ങനെയൊക്കെ പറയുന്ന ആനകളെ പല പ്രശസ്തരെയും ഇവിടെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കൊണ്ടുവന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ നിൽക്കുന്നവന്മാരൊക്കെ വില്ലന്മാരാണ് കേട്ടോ. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചങ്ങലയിലൊക്കെ തളച്ചിട്ട് കാരണം കാണികളൊക്കെ വരുമ്പോഴേ അതൊരു മറ്റേ ആളുകളുടെ സുരക്ഷയും കൂടെയും കരുതണമല്ലോ. അതുകൊണ്ട് ചങ്ങലൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന കോടനാട് കൊണ്ടുവന്നിരിക്കുന്ന ആന ആരാന്നറിയണ്ടേ, നമ്മുടെ പീലാണ്ടി ചന്ദ്രു ആണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആന. ഈ നിൽക്കുന്നവനുണ്ടല്ലോ, നമ്മളപ്പുറം കണ്ട കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ നിർത്തിയേക്കണം. ഇവൻ ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് മെരുക്കാൻ കൊണ്ടുവന്ന് നിൽക്കുന്നതാണ്. മെരുക്കാനായിട്ട് കൊണ്ടുവന്ന് അവനവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് തളച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലത്ത്. അവരുടെ കൂടെ ഒന്നുമല്ല കേട്ടോ, അവിടെ കുറേ ആനകൾ വേറെ സെപ്പറേറ്റ് നിൽക്കണ്ടായിരുന്നു. പക്ഷെ അവരുടെ കൂടെ ഒന്നുമല്ല. ഇതാണ് മെരുക്കുന്ന ഒരു സ്ഥലം എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത്. എന്തോ ഒരു പ്രത്യേക തടിയുടെ പേര് പറഞ്ഞു കേട്ടോ, തടിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ തടിയിലാണ് അവന് മരം മെരുക്കുന്നതെന്ന് പറയുന്നത്. ആനപ്പാപ്പന്മാർ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ നേരെ അവിടുന്ന് നടന്നു വരുന്ന വഴിക്ക് അവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ കുറേ ഏറുമാടങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ കയറി വരുമ്പോഴേ ഈ പറയുന്ന ഏറുമാടത്തിലൊക്കെ കയറി നമുക്ക് വെറുതെ ഒരു കുറച്ച് നേരം ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെറുതെ ഒരു കുറച്ച് നേരമൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഞാനിരുന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒന്ന് ഫുള്ള് വനമേഖലയാണല്ലോ, ഫുള്ളിങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഏർമാടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സത്യം പറയാലോ, നടന്ന് ഞാൻ ശരിക്കും ക്ഷീണിച്ചായിരുന്നു, മടുത്തായിരുന്നു. എൻ്റെ കാലിനൊക്കെ നല്ല വേദന പിന്നെയും കൂടുതലായി.
അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതാ. ചെറിയൊരു ഇവിടെ എല്ലായിടത്തും ഇതുപോലെ വിശ്രമിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു ലേശം നേരം ഞാനൊന്ന് വിശ്രമിക്കാമെന്ന് കരുതി കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നല്ല മുളയൊക്കെയാണ്, നല്ല ഇല്ലി ഇഷ്ടംപോലെ ഇതുപോലെ ഇല്ലി കുറുപ്പുകൾ അവിടെ നിറച്ച് മുളങ്കാടുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. 2 ചേച്ചിമാരങ്ങനെ അവിടുത്തെ ജോലിക്കാരാണെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ച് വർത്താനം എല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ പോകുന്ന സ്ഥലത്താണ് ഒരു ചെറിയ ഇത് കണ്ടോ വെള്ളം. ഇത് എന്നോട് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞെന്താണെന്നറിയാമോ? അതായത് നമ്മൾ ആദ്യം പോയ മഹാഗണി തോട്ടത്തിൽ കുറച്ച് വെള്ളമൊക്കെ കണ്ടില്ലേ, ആ വെള്ളമെല്ലാം കൂടെ ഒഴുകി വന്ന് ചേരുന്ന ഒരിടമാണ് എന്നാണ് എന്നോടിത് പറഞ്ഞത് കേട്ടോ. കണ്ട ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒഴുകി പോകുന്ന ചെറിയ ജലനിരപ്പൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. ഇവിടെ എല്ലാം നിന്ന് ഇതെല്ലാം ആസ്വദിച്ച് കണ്ടോ. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് തിരിച്ച് പോരാൻ തുടങ്ങുന്ന കേട്ടോ. അപ്പോൾ അവിടെ ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട്, എല്ലായിടത്തും ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ അതും കണ്ട് അവിടുന്ന് തിരിച്ച് പോരുവാണ്. സൈഡിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ഷെഡുകളെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്, വിശ്രമിക്കുന്നവർക്ക് വിശ്രമിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ അവിടെ നിലവിലുണ്ട്. അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു കോഫി ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോൾ പോയ കോടനാട് ആനക്കോട്ടയുടെ സൈഡിലൊക്കെ ആയിട്ടൊരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കാട്ടുകോഴിയാന്ന് പറഞ്ഞിട്ട് തന്നെ കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് ഞാൻ വിശ്വസിച്ചു എന്തായാലും. കാരണം എന്താണെന്ന് പറയുക, ഈ കോഴിയുടെ കളറൊക്കെ നല്ലൊരു മിനുസമുള്ള കളറാണ്. നമ്മുടെ നാടൻ കോഴിയുടെ ഒരു കളറൊന്നുമല്ല, ഇച്ചിരി ഒരു മെല്ലിച്ച പ്രകൃതമാണ്. പിന്നെ നല്ല അടിപൊളി നല്ലൊരു തിളക്കമുള്ള ഒരു കളറ്. അങ്ങനെ അതോടി അതിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു കയറി പോകുന്ന സീനും കണ്ടു. അങ്ങനെ ഞാനിതെല്ലാം കണ്ട് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.